ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച എന്നത് കണക്കാക്കപ്പെടുന്നത് അവർക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അവർ നേടുന്ന സീറ്റിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. സീറ്റ് എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതാത് സമയങ്ങളിലെ പലവിധ വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ കേരളത്തിൽ ബിജെപിയുടെ രാഷ്ട്രീയ വളർച്ച അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സ്വീകാര്യതയുടെ ഭാഗമായി ലഭിക്കുന്നതല്ല. അത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന ഒരു എലീറ്റ് പൊളിറ്റിക്സ് എന്ന വേറൊരു തരത്തിലുള്ള പ്രവർത്തന രീതിക്ക് ഒരു വിഭാഗത്തിനിടയിൽ കിട്ടുന്ന സ്വീകാര്യതയുടെ കൂടി ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദി വികസനം വരും വേണം കേരളത്തിൽ ഒന്നാണ്. അതാണ് ഈ അമിത്ഷാ കൊണ്ടുവന്നതാണ് രാജീവ് ചന്ദ്രശേഖരനെ. അമിത്ഷായുടെ ഡെപ്യൂട്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ. നിന്ന് നടപ്പാക്കാൻ പറ്റാത്ത പുതിയ ദൗത്യം രാജീവ് ചന്ദ്രശേഖരൻ. ഞാൻ പറഞ്ഞ പൂച്ച കറുത്തായാലും വെളുത്തായാലും അത് കേസ് തന്നെ ഇവിടെ വന്നു. ആ കാലങ്ങൾ വർഗീയ രാഷ്ട്രീയം പറഞ്ഞു ഒരു മെച്ചം ഗുണം ഉണ്ടായില്ല. പുതിയ സ്ട്രാറ്റജി വർക്കുന്നു. ഇപ്പൊ 3 സീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒരു സീറ്റ് ഇല്ലാതെ സഭയിൽ 3 സീറ്റുണ്ടോ? വലിയ കാര്യമല്ല. എങ്ങനെയാണ് പറഞ്ഞതിനോടുള്ള എന്റെ വിയോജിപ്പ് ബി ജെ പി കേരളത്തിൽ വളരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ആദ്യം അംഗീകരിക്കണം. എന്നാൽ ഇത് ഓരോ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ പല 6 നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ മുന്നിലായിരുന്നു? അതെന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഒരു താരത്തോടുള്ള ഒരു പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ മണ്ഡലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ആ മണ്ഡലത്തിൽ വിജയിക്കണം എന്ന ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടൊക്കെയുള്ള ചില പിന്തുണകളായിരിക്കാം അല്ലെങ്കിൽ ആ വോട്ടുകളായിരിക്കാം അദ്ദേഹത്തിന് ലഭിച്ചത്. അതിനപ്പുറത്തേക്ക് നോക്കൂ, ഇത് 2000 ഇപ്പോൾ നേമം, ചാത്തന്നൂർ, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളും 2021 ബി ജെ പി രണ്ടാമതെത്തിയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ അവർ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ജെ പി കേരളത്തിൽ അത് വളരുന്നു എന്നത് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ കേരളം അങ്ങനെ ഒരു വർഗീയ വിഷം പുരട്ടി അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒന്നും അതിലൊന്നും കേരളീയർ കൊത്തില്ല എന്നൊന്നുമല്ല. കാരണം നേരത്തെ അവർ നേമം മാത്രമായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായി കണക്കാക്കിയിരുന്നത്. അവിടെ നിന്നാണ് ഈ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി, നേമവും മഞ്ചേശ്വരവുമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയും. ഇപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ ഘടന എസ് കെ അറിയാമല്ലോ, കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് ആ മണ്ഡലത്തിൻ്റെയൊക്കെ ഘടന, സാമുദായിക സമവാക്യങ്ങൾ നോക്കൂ. അപ്പോൾ അവിടെയൊക്കെ വിജയിച്ച് കയറാൻ ബി ജെ പിക്ക് കഴിയും എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച്, ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും തദ്ദേശത്തിൽ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കിയോ? ഇല്ല, ഉണ്ടാക്കില്ല. പക്ഷേ അവിടെ തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ആവശ്യം വരുന്നതല്ലേ? ഇപ്പൊ ബി ജെ പിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കണം എൽ ഡി എഫിനും യു ഡി എഫിനും ആഗ്രഹമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വളർച്ചയില്ല എന്ന് കാലാകാലങ്ങൾ പറയുന്ന പോലെ കണ്ണടച്ചിട്ടാക്കാതെ ബി ജെ പിക്ക് വളർച്ചയുണ്ട് എന്ന് അംഗീകരിക്കലാണ്. കേരളത്തിലെ നിയമസഭയിൽ അവർ 1 അല്ല 3 സീറ്റുകൾ നേടി ഒരു സാന്നിധ്യമായി മാറി എന്ന് അംഗീകരിക്കലാണ്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായ വഴികൾ തേടലാണ്. അല്ലാതെ ബി ജെ പിന്നെയും ഇവിടെ വളർച്ച ഉണ്ടാക്കിയിട്ടില്ല എന്ന് കൈ കെട്ടിയിരുന്ന നമ്മുടെ ജോലി രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കലോ. ഞാൻ പറഞ്ഞ എന്താണ്, കേരളത്തിൽ ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ചാത്തന്നൂരിൽ ബി ജെ പി ജയിച്ചതും നേമത്ത് ബി ജെ പി ജയിച്ചതും കഴക്കൂട്ടത്ത് ബി ജെ പി ജയിച്ചതും അവർക്ക് കിട്ടിയ പൊളിറ്റിക്കൽ വോട്ട് അല്ലാതാണ് ഞാൻ കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല കാര്യങ്ങൾ ലഭിച്ചത് പൊളിറ്റിക്കൽ വോട്ടാണെന്നുള്ളത് 2016 അതെ പൊളിറ്റിക്കൽ വോട്ടാണ്. ഇവിടെ രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ, ഇവിടെ നടന്ന രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ അവിടെ കിട്ടിയ വോട്ടുകൾ രാഷ്ട്രീയ വോട്ടാണ്, അല്ലാതുള്ളവരെ വോട്ടർമാരെ അധിക്ഷേപിക്കണം. അങ്ങനെയല്ല, കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ട് മാത്രമല്ല ഉള്ളത്. കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ട് മാത്രമല്ല ഉള്ളത്. 2016 പലരും പറഞ്ഞു ഇത് രാജേട്ടനല്ലേ, കുറെ കാലമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലേ, അതുകൊണ്ട് രാജേട്ടൻ ആ നിലയിൽ ജയിച്ചു വന്നതാണ്. അത് പൊളിറ്റിക്കൽ വോട്ടാണെന്ന് പലരും വ്യാഖ്യാനിച്ചു. ഈ രാജ്യം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് മലയാളം പോലും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ തവണത്തെ ആ സീറ്റ് പിന്നീട് അത് അതുപോലെ നിലനിർത്താൻ അവർക്ക് സാധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്നും ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഗോപിച്ചേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ബാനറിൽ ജയിച്ചു പോയിട്ടുള്ള ആളുകളെ ഒന്ന് നോക്കൂ. അത് മാത്രം നോക്കി പറയൂ. ലഭിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സുരേഷ് ഗോപിക്ക് പൊളിറ്റിക്കൽ വോട്ടും കിട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തുള്ള കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബി ജെ പിയുടെ വിജയിച്ചിട്ടുള്ളവർ, അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി അവരുടെ വ്യക്തിപരമായ മികവിൽ കുറെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ പൊളിറ്റിക്കൽ വോട്ടുകൾ തന്നെയാണ് ബി ജെ പിക്ക് ആ മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ വേണമെങ്കിൽ വർഗീയത ഉപയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, വേണമെങ്കിൽ അല്ലാതെ
ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ നയങ്ങൾക്ക് ഈ 3 മണ്ഡലങ്ങളിലെയും ജനങ്ങൾ അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ബിജെപിക്ക് ജനം വോട്ട് ചെയ്തു. അല്ല, അവരുടെ അങ്ങനെയാണ് രാഷ്ട്രീയ നയങ്ങൾ ഇതിൽ political ഇതിൽ സിമ്പിളാണ്. ഇതിൽ ബിജെപിക്ക് ജനം വോട്ട് ചെയ്തു. ജനത്തിന്റെ വോട്ട് അത്രയും കിട്ടിയോണ്ടാണ് ചാത്തന്നൂരിലും നേമത്തും കഴക്കൂട്ടും 3 അംഗങ്ങൾ സഭയിൽ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ വളർച്ചയില്ല, ബിജെപി ഒരു കാലം വളരുന്നത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കും. അത്രേ ഉള്ളൂ.